ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശുപാർശ ചെയ്തത് മുൻ ബോർഡ് മെമ്പർ കെ രാഘവൻ. സ്പോൺസറായി പോറ്റി സ്വർണം പൂശുമെന്ന് പറഞ്ഞത് കെ രാഘവനാണെന്ന മുൻ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ശബ്ദ സന്ദേശം ജനം ടിവിക്ക് ലഭിച്ചു. CPM നേതാവായ കെ രാഘവന്റെ നേതൃത്വത്തിലാണ് താഴികക്കുടം പമ്പയിലേക്ക് കൊണ്ടുപോയതെന്നും ആരോപണം ഉണ്ട്. ചുറ്റുപാടുമെല്ലാം നല്ല സ്വർണ്ണ കളറിൽ ഇരിക്കുന്നു. ഈ ദ്വാരപാലകർ മാത്രം ഈ പൈസ എറിഞ്ഞും മങ്ങി നിൽക്കുന്നു. അപ്പോഴാണല്ലോ ഇത് പറഞ്ഞത്. അപ്പൊ നമ്മൾ പ്രപ്പോസൽ വന്നപ്പോ ഞാൻ പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ സ്വർണ്ണം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ മെമ്പർ രാഘവൻ പറഞ്ഞത് ഇയാള് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ സ്പോൺസർ ആകാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവരുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുമല്ലോ. അത് കമ്മീഷണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോ ഇങ്ങനെ ഇയാൾ ചെയ്യാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് 40 വർഷത്തെ ഗ്യാരണ്ടി സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഇന്ന് വാങ്ങിക്കണം. ഒന്ന്, തന്ത്രിയുടെ അനുമതിയോടുകൂടി ആചാരങ്ങൾക്ക് വിരുദ്ധമാവാത്ത വിധത്തിൽ ദേവസ്വം കമ്മീഷണർ, വിജിലൻസ് ഓഫീസർ, ചീഫ് എഞ്ചിനീയർ എന്നിവരുടെ തിരുവാഭരണം കമ്മീഷണർ ഇവരുടെ സാന്നിധ്യത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗമുണ്ടാവാത്ത വിധത്തിൽ അത് ചെയ്യണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്റെ കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. 2019 ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശുപാർശ ചെയ്തത് മുൻ ബോർഡ് മെമ്പർ കെ രാഘവനാണെന്ന മുൻ പ്രസിഡന്റ് തന്നെ വെളിപ്പെടുത്തി. സന്നിധാനത്തെ ശ്രീകോവിലിന്റെ മറ്റു ഭാഗങ്ങൾ സ്വർണ്ണപ്രഭയിൽ നിൽക്കുമ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ മാത്രം നിറമങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സ്വർണം പൂശാൻ തീരുമാനിച്ചത്. ദേവസ്വം ബോർഡിന്റെ സ്വർണം ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് താൻ പറഞ്ഞതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായിട്ടുണ്ടെന്ന വിവരം ബോർഡ് മെമ്പർ കെ രാഘവൻ പറയുന്നത്. തുടർന്ന് പോറ്റിക്ക് അനുമതി നൽകുകയായിരുന്നുവെന്നാണ് മുൻ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറയുന്നത്. ദ്വാരപാലക ശില്പങ്ങളിൽ മാത്രം നിറമങ്ങിയത് നാണയങ്ങൾ എറിയുന്നത് കൊണ്ടാണെന്നും പത്മകുമാർ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. CPM നേതാവായ കെ രാഘവന്റെ നേതൃത്വത്തിലാണ് 2017 താഴികക്കുടവും സന്നിധാനത്ത് നിന്ന് മാറ്റിയതെന്ന ആരോപണവുമുണ്ട്. കെ രാഘവനാണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചേട്ടനെ പരിചയപ്പെടുത്തിയത്, അങ്ങനെ സ്വർണം പൂശാനുള്ള ആശയം കൊണ്ടുവന്നതൊക്കെ? അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ഫേവറും ചെയ്തിട്ടില്ല. അയാൾ 2007 ആലപ്പുഴക്കാരൻ തിരുമേനിയുടെ ആളായിട്ടാണല്ലോ 2007 ശബരിമല വന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അച്യുതൻ തിരുമേനിയോ എന്തോ പറഞ്ഞിട്ട് ഒരാളുടെ ആളായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയായിരുന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എങ്ങനെ? അതിനു മുമ്പ് എവിടെയായിരുന്നു? അത് 2007. നിങ്ങളുടെ പങ്കല്ലല്ലോ എന്റെ പങ്ക്. നിങ്ങളുടെ പങ്കല്ല എന്റെ പങ്ക്. അതിനകത്ത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് 2007. ആലപ്പുഴക്കാരനൊരു കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അവിടെ കൂടെ പോയി അന്വേഷിച്ചിട്ട് പിന്നെ എന്തൊക്കെ വന്നാൽ ഞാൻ പറയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി ശുപാർശ ചെയ്ത കെ രാഘവന്റെ പങ്കും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ജനം, പത്തനംതിട്ട.